പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നുള്ള പ്രത്യേക പുത്തൻപുലരി തുടരുകയാണ്. വളരെയധികം പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ജനൻ ടിവിയുടെ ലൈവത്തോൺ കഠിനമെൻ്റെ അയ്യപ്പ പമ്പ മുതൽ അനന്തപുരി വരെ വിവിധ പ്രധാന ഇടങ്ങളിൽ ജനൻ ടിവിയുടെ പ്രതിനിധികൾ അണിനിരന്നിരിക്കുകയാണ്. എന്തായി ഒരുക്കങ്ങൾ, എന്തായി തയ്യാറെടുപ്പുകൾ? ഭക്തജനലക്ഷങ്ങൾ ഒഴുകാൻ പോവുകയാണ്. പലരും 40 ദിവസം മുമ്പ് വ്രതം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ മാലയിട്ട് വ്രതം നോക്കി എത്തുന്നവർക്ക് എന്താണ് അവരെ കാത്തിരിക്കുന്നത്? അതുപോലെ അവഗണനയുടെ കഥകളാണോ ഈ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ചൂണ്ടിക്കാട്ടാൻ ഭക്തർക്കൊപ്പം നിൽക്കാനായിട്ടുള്ള ജനൻ ടിവിയുടെ ലൈവത്തോണാണെന്ന് അതിൻ്റെ പ്രധാന ഔപചാരിക തുടക്കം 10 മണിക്ക് മാത്രമാണ്. ഇപ്പോൾ നമ്മൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശബരിമല തീർത്ഥാടന പാതയിലെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ഇടത്താവളങ്ങൾ, വിവിധ ബേസ് ക്യാമ്പുകൾ തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ നമുക്കൊപ്പം ചേർന്നു. നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സീസണിലെ ഒരു സുപ്രധാന ഘടകം SIT ആണ്. പ്രത്യേക അന്വേഷണ സംഘം എന്തൊക്കെ നിഗമനങ്ങളിൽ എത്തും എന്നുള്ളത് നമുക്ക് അങ്ങേറ്റം ഗൗരവതരമായ ഒരു വസ്തുത കൂടിയാണ് എന്നുള്ളതാണ്. ഒരു പക്ഷേ രോഹിണി, ഈ വിവാദങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞെന്താണ്, ദ്വാരപാലക ശില്പം കൊണ്ടുപോയി, അത് അനധികൃതമായി കൊണ്ടുപോയി, ശില്പത്തിൽ പൊതിഞ്ഞിരുന്ന പാളികൾ കൊണ്ടുപോയി അറ്റകുറ്റപ്പണിക്കെന്ന് പറഞ്ഞു. അവിടെ തുടങ്ങി ക്രമക്കേടുകൾ. അറ്റകുറ്റപ്പണി ക്ഷേത്രാങ്കണത്തിൽ നടത്തണം, അവിടെ നടത്തണം. അന്ന് പണി പൂർത്തിയായില്ലെങ്കിൽ അതെടുത്ത് വെക്കേണ്ടത് എവിടെയാണ്? അവിടുത്തെ സ്ട്രോങ് റൂമിൽ. പുറത്തു കൊണ്ടുപോകണമെങ്കിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ, ദേവസ്വം ബെഞ്ചുണ്ട്, ഹൈക്കോടതിയുടെ, ഇവരൊക്കെ അറിഞ്ഞ് കൃത്യമായ രേഖകളോടെ കൃത്യമായ ചട്ടവട്ടങ്ങൾ പാലിച്ചത് കൊണ്ട് ഇതൊന്നും പാലിക്കാതെ രഹസ്യമായി കടത്തി എന്നുള്ളൊരു വിവരം. അതുമാത്രമല്ല, ഈ ദേവസ്വം മാനുവൽ ലംഘിക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥർക്ക് അത് കൃത്യമായി അറിയാവുന്ന കാര്യം കൂടിയാണ്. നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം പഴിചാരാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ട് തുടക്കത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞപ്പോൾ പിന്നീട് നമ്മൾ ഓരോരുത്തരെയായി കാണുന്നത് മുരാരി ബാബു, സുധീഷ് കുമാർ, KS ബൈജു. അപ്പോഴെല്ലാം രാഷ്ട്രീയമായി അപ്പോയിന്റ് ചെയ്യപ്പെട്ട ബോർഡ് അംഗങ്ങൾ, പ്രസിഡന്റുമാരൊക്കെ ഇങ്ങനെ കാണാമറയത്ത് നിൽക്കുകയായിരുന്നു. തുടർന്നാണ് ഹൈക്കോടതി വടിയെടുത്ത് തന്നെ നിശ്ചിതമായ വിമർശനം. ഈ തുടക്കകാലത്ത് വെറുമൊരു ചട്ടലംഘനം ആണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ചൂണ്ടിക്കാട്ടിയത്. ആ ചട്ടലംഘനത്തെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട ഹൈക്കോടതി ചില റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടപ്പോൾ ഇത് ആദ്യമല്ല എന്ന് പറഞ്ഞ് പഴയ കള്ളത്തരം പൊളിഞ്ഞു വീഴുന്നു. പിന്നെ ഇത് കേവലം ഒരു ക്രമക്കേട്, ഒരു അല്പം മോഷണമോ എന്നതിനും അപ്പുറത്തേക്ക് തീവട്ടിക്കൊള്ള, അയ്യന്റെ സ്വത്തുവകകൾ കൊള്ള ചെയ്യാൻ ഉന്നതരുടെ അറിവോടെ, സമ്മതത്തോടെ, പൂർണ്ണ പങ്കാളിത്തത്തോടു കൂടി നടന്ന ഗൂഢാലോചനയും. അതുമാത്രമല്ല, ഈ ഗൂഢാലോചന പൊളിയുമെന്ന തോന്നൽ വരുമ്പോൾ വീണ്ടും അടുത്ത ഘട്ടത്തിലേക്ക്, അടുത്ത നീക്കത്തിലേക്കുള്ള തയ്യാറെടുപ്പ് ഇത് മറച്ചു വെക്കാം. ബാങ്ക് ഹെയ്സ്റ്റ് എന്നൊക്കെ പറഞ്ഞതിന്റെ ഒക്കെ ചില സിനിമകളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ വെല്ലുന്ന രീതിയിലുള്ള ആസൂത്രണം വർഷങ്ങൾ നീളുന്നു. അതും ഭാവിയിലേക്ക്, ഇനി അടുത്ത കൊള്ളയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. ഇതിനൊക്കെ ഇടയിൽ തമാശ മട്ടിലെങ്കിലും പറഞ്ഞു നമ്മുടെ ചില ട്രോളുകൾ പോലും, വീഡിയോസ് പോലും ഇറങ്ങി, അയ്യപ്പ നിന്നെ നീ തന്നെ കാത്തോളണേ അല്ലേ? ഇപ്പൊ എന്താണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന സംശയം? ഈ വാതിലിന്റെയും ഇതിന്റെയും അടക്കമുള്ള പകർപ്പുകൾ എടുത്ത് പുറത്തു കൊണ്ടുപോയപ്പോൾ സാക്ഷാൽ രാജ്യാന്തര വില്ലൻ, വിഗ്രഹ കടത്തുകാരൻ, ഇന്റർനാഷണൽ സുഭാഷ് കപൂറിന്റെ മാതൃകയിലുള്ള ആസൂത്രണമാണോ ഇവിടെ നടന്നത് എന്നത്. അപ്പൊ ലക്ഷ്യമിട്ടത് അയ്യപ്പനെ പോലും ആണോ, ആ അയ്യന്റെ തങ്കവിഗ്രഹം കൂടി ആണോ എന്നുള്ള ഒരു സംശയം. ഏതായാലും രാജീവ് ചേരുകയാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ നിന്ന്. രാജീവ് ഒന്നൊന്നായി ഒളിച്ചു വയ്ക്കാൻ നോക്കിയിട്ടും കഴിയാതെ ഒന്നൊന്നായി പുറത്തു വരികയാണ് ഇതിന് പിന്നിലുള്ളവർ. ഇപ്പം ഏറ്റവും ഒടുവിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമൊക്കെ ആയിരുന്ന N വാസുവും അതിന് പിന്നാലെ മുൻ തിരുവാഭരണം കമ്മീഷണറിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. ഇതുകൊണ്ട് തീരുമോ? വമ്പൻ സ്രാവുകളെ രക്ഷിക്കുമോ? ഇവരേതാനും പേർ മാത്രം വിചാരിച്ചാൽ ഒതുങ്ങുന്നതായിരുന്നു. നമ്മൾ ഇന്ന് ശബരിമലയുടെ മുന്നൊരുക്കങ്ങൾ, തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ, ഭക്തർക്കുള്ള സൗകര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇന്നത്തെ ലൈവ് തോൺ. പക്ഷേ ഇതെങ്ങനെ പറയാതെ പോകും, ഇതെങ്ങനെ പരാമർശിക്കാതെ പോകും? ഇതിനൊന്നും ഒരിടത്തും ഒന്നും ആയിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ വന്ന സൂചനകൾ. പക്ഷേ തകൃതിയായി നടന്നുകൊണ്ടിരുന്നത് കൊള്ളയ്ക്കുള്ള ആസൂത്രണവും കവർച്ചയും. രാജീവ്, എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ?
നമസ്തേ പ്രദീപുള്ള രോഹിണി. ഏതായാലും പ്രദീപുള്ള സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ സമയത്ത് സന്നിധാനത്തെ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായി മാറുന്നത് SITയുടെ അന്വേഷണവും അതുപോലെ തന്നെ ഈ സ്വർണ്ണക്കവർച്ചയും തന്നെയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഒരു സമയത്ത് ശബരിമലയെ നയിച്ചിരുന്നത് ആരൊക്കെയാണോ അവരൊക്കെ ഈ ഒരു മണ്ഡലകാലം തുടങ്ങാൻ പോകുമ്പോൾ അഴിക്കുള്ളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം 2019 ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാർ, ശബരിമലയുടെ പ്രവർത്തനങ്ങൾ തന്നെ നിയന്ത്രിച്ചിരുന്ന സുധീഷ് കുമാർ ഇപ്പോൾ അഴിക്കുള്ളിലാണ്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു അഴിക്കുള്ളിലാണ്. ഇതിനൊപ്പമാണ് തിരുവാഭരണ കമ്മീഷണറായിരുന്ന KS ബൈജു, അദ്ദേഹം ഇപ്പോൾ ഈഞ്ചക്കലെ ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിനുള്ളിലുണ്ട്. ഇന്ന് അദ്ദേഹത്തെ റാന്നി കോടതിയിൽ ഹാജരാക്കും. കൃത്യം 10 മണിയോടുകൂടി തന്നെ അദ്ദേഹത്തെ റാന്നി കോടതിയിലേക്ക് കൊണ്ടുപോകും എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. തുടർന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം റിമാൻഡ് ചെയ്യും, പിന്നീട് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങും. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം ഇന്ന് SIT നടത്തിയിരിക്കുന്നത് മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ളതാണ്. ഇന്ന് തന്നെ ഇരുവരെയും കസ്റ്റഡിയിൽ ലഭിക്കും എന്നാണ് SITക്ക് ലഭിച്ചിരിക്കുന്ന കൃത്യമായ വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങി ഈഞ്ചക്കലെ ഈ ഓഫീസിലേക്ക് എത്തിക്കും. പിന്നീട് ഇരുവരെയും വിശദമായി തന്നെ ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ ഈഞ്ചക്കലെ ഓഫീസിലുണ്ട്. അതായത് 3 പ്രധാനപ്പെട്ട പ്രതികൾ, ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികൾ ഈ ഈഞ്ചക്കൽ ഓഫീസിലേക്ക് ഇന്ന് എത്തും. അവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. തൊട്ടു പിന്നാലെ തന്നെ N വാസുവിനെ ചോദ്യം ചെയ്യാനായി ഈഞ്ചക്കലേക്ക് വിളിച്ചു വരുത്തുമെന്നും പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ചു പറയാവുന്ന, ഇതുവരെ നമ്മൾ സൂചനകളൊക്കെയാണ് നൽകിയെങ്കിൽ ഇപ്പോൾ ഉറപ്പിച്ചു പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് N വാസുവിന്റെ അറസ്റ്റ് കൂടി പ്രത്യേക അന്വേഷണ സംഘം ഉറപ്പിക്കുന്നു എന്നാണ്. N വാസുവിനെ അറസ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. ആ രീതിയിലുള്ള നടപടികളിലേക്കും പോകും. കഴിഞ്ഞ ദിവസമാണ് KS ബൈജുവിനെ അറസ്റ്റ് ചെയ്തത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് 2019 ഫെബ്രുവരിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകൾ തുടങ്ങുമ്പോൾ തന്നെ KS ബൈജു തിരുവാഭരണം കമ്മീഷണറായിരുന്നു. മാത്രമല്ല കട്ടളപ്പാളികൾ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ മഹസറിൽ അത് ചെമ്പ് എന്ന് രേഖപ്പെടുത്തി ഒപ്പിട്ടിരിക്കുന്നത് KS ബൈജുവാണ്. അതിനുശേഷം 2019 ജൂലൈയിൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുമ്പോൾ അവിടെ ഉണ്ടാകേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് KS ബൈജു ആയിരുന്നു. എന്നാൽ KS ബൈജു അവിടെ നിന്ന് ബോധപൂർവം മാറി നിന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ഗൂഢാലോചനയ്ക്ക് കളമൊരുക്കിക്കൊണ്ട് തന്നെയാണ് എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുമ്പോൾ അവിടെ നിന്നും തിരുവാഭരണ കമ്മീഷണർ അവിടെ ഉണ്ടാകണം എന്നത് ദേവസ്വം ചട്ടമാണ്. ആ ചട്ടങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല കട്ടിളപ്പാളികൾ കൊണ്ടുപോകുമ്പോൾ ആ മഹസറിൽ സ്വർണ്ണപ്പാളികൾ എന്നതിന് പകരം ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയത് അതിന്റെ ഏറ്റവും സുപ്രധാന ചുമതലയിൽ ഉണ്ടായിരുന്ന KS ബൈജു ആണ്. ഈ 2 കുറ്റങ്ങളാണ് നിലനിൽക്കുന്നത്. അതിൽ തന്നെ കട്ടളപ്പാളികൾ കടത്തിയ സംഭവത്തിൽ 7ാം പ്രതിയാണ് KS ബൈജു. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും ഈഞ്ചക്കലെ ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിനുള്ളിലാണ് KS ബൈജു ഉള്ളത്. കഴിഞ്ഞ ദിവസം രാത്രി വൈകിയോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. ഇന്ന് രാവിലെ മുതൽ വീണ്ടും ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്താൻ തുടങ്ങിയിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ തുടങ്ങിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനുശേഷം 10 മണിയോടുകൂടിയാണ് അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം റാന്നി കോടതിയിൽ ഹാജരാക്കുക. തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യും. ഏതായാലും ദേവസ്വം ബോർഡിലെ പ്രധാനപ്പെട്ട സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളായ പ്രധാനപ്പെട്ട 3 ഉദ്യോഗസ്ഥർ ഒരുമിച്ച് ഇവിടേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. 4 പേരാണ് കേസിൽ ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നത്. അതിലൊന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. മറ്റ് 3 പേർ ദേവസ്വം ബോർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരാണ്. ഇനി അറസ്റ്റിലാകാനുള്ളത് 2019 ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസുവാണ്. N വാസുവിന് ഇതിൽ വളരെ കൃത്യമായ പങ്കുണ്ട്. അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സ്വർണ്ണപ്പാളിയെ ചെമ്പാക്കി മാറ്റിയത് എന്ന നിലവിൽ മുരാരി ബാബുവും അതുപോലെ തന്നെ സുധീഷ് കുമാറും മൊഴി നൽകിയിട്ടുണ്ട്. KS ബൈജു ഈ വിഷയത്തിൽ എന്ത് മൊഴി നൽകുമെന്നതും വാസുവിന് വളരെ നിർണായകമാണ്. ഇതിനൊപ്പമാണ് മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം SIT നടത്തുന്നത്. സുധീഷ് കുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഈഞ്ചക്കലിലേക്ക് എത്തിച്ച N വാസുവിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. ഇതിനൊപ്പം തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്യുന്ന നടപടികളും തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ശങ്കർദാസ് ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തിരുന്നു. ഇനി ചോദ്യം ചെയ്യാനുള്ളത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെയാണ്. പത്മകുമാറിനെയും ഉടൻ തന്നെ ചോദ്യം ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കൂടുതൽ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണം. 10 ദിവസം കൂടുമ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. മാത്രമല്ല 6 ആഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് 4 പേർ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാറ്റി നിർത്തിയാൽ ദേവസ്വം ബോർഡിലെ 3 ഉദ്യോഗസ്ഥർ മാത്രമല്ല N വാസുവിന്റെ അറസ്റ്റും ഉടൻ തന്നെ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തും. അതിനുശേഷം പത്മകുമാർ ഉൾപ്പെടെയുള്ളവരിലേക്കും അന്വേഷണം പോകും. പത്മകുമാർ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം നിലവിൽ നമുക്ക് നൽകുന്ന സൂചന. പ്രദീപുള്ള രാജീവ് ഒരു കാര്യം ചോദിച്ചോട്ടെ വളരെ പെട്ടെന്ന്. കാര്യം സമയം 8 മണിയായി, നമുക്ക് ഹെഡ്സിലേക്ക് പോകേണ്ടതുണ്ട്. 8 മണിക്ക് പ്രധാന തലക്കെട്ടുകളൊന്നും നോക്കണം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി രാജീവിനോട്, ഈ തുടക്കത്തിൽ മാധ്യമങ്ങളോട്
വളരെ അധികം ആത്മരോഷത്തോടെ പ്രതികരിച്ചവരാണ് ഈ KS ബൈജു. വളരെ വിദഗ്ധമായി മാധ്യമ സമ്മേളനം വീട്ടിൽ വിളിച്ചു ചേർത്തയാളാണ് N വാസു. പത്മകുമാർ ധാർമ്മിക രോഷം കൊണ്ടയാളാണ്. പത്മകുമാർ അന്ന് പറഞ്ഞൊരു ഡയലോഗുണ്ട്, ദൈവത്തെ പോലെ കരുതിയവർ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല. ഇപ്പോഴും പറഞ്ഞിട്ടില്ല ആരെയാണ് ദൈവത്തെ പോലെ കരുതിയത് എന്നുള്ളത്. രാജീവ്, പുറത്തു വരാനിരിക്കുന്നത് വമ്പൻ സ്രാവുകളുടെ റോള് എത്ര ഉന്നതങ്ങളിലേക്ക് ഇത് പോയി. N വാസു ഒക്കെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങ് ചെയ്തു എന്ന് പറയാൻ കഴിയുമോ? കാര്യം ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ചാരാൻ ഒതുങ്ങിയ ഈ കൊള്ളയുടെ, ഈ വമ്പൻ കവർച്ചയുടെ, ഈ ഗൂഢാലോചനയുടെ കണ്ണികൾ എവിടെ വരെ എത്തും എന്ന് പുറത്തു വരാൻ സാധ്യതയുണ്ടോ? ആ രാജീവ്. പ്രദീപുള്ള, തീർച്ചയായും നിലവിലെ അന്വേഷണത്തിന്റെ രീതികൾ നോക്കുകയാണെങ്കിൽ ഉന്നതരിലേക്ക് തന്നെ അന്വേഷണം എത്തും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. കാരണം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് കൂടുതലായി അറിയില്ല എന്നായിരുന്നു N വാസു പറഞ്ഞത്. വ്യക്തിപരമായി ബന്ധങ്ങളില്ല എന്ന് പറയുമ്പോൾ 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കട്ടളപ്പാളികൾ കൊടുത്തുവിടുന്നത് ഫെബ്രുവരി മാസത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറങ്ങുന്നത്. തുടർന്ന് മാർച്ചിൽ കട്ടളപ്പാളികൾ കൊടുത്തുവിടുന്നു. ആ സമയത്ത് ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസു ഇതിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു എന്ന് തെളിയിക്കുന്ന രേഖകളും അതുപോലെ തന്നെ ശാസ്ത്രീയ തെളിവുകളുമാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ കൈവശമുള്ളത്. മാത്രമല്ല, കൂടുതൽ ഉന്നതരിലേക്ക് ഈ അന്വേഷണം പോകേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അല്പസമയം മുമ്പും SITയിലെ ചില ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഹൈക്കോടതി 10 ദിവസം കൂടുമ്പോൾ അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല, ശബരിമല സ്പെഷ്യൽ കമ്മീഷൻ നൽകിയ 42ഓളം റിപ്പോർട്ടുകളാണ് ഹൈക്കോടതിക്ക് മുന്നിലുള്ളത്. ആ റിപ്പോർട്ടുകളിൽ വളരെ കൃത്യമായി ശബരിമല കേന്ദ്രീകരിച്ച് എന്തൊക്കെ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഒരു മുൻവിധിയോടുകൂടി തന്നെയാണ് ഹൈക്കോടതി പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, നമ്മൾ നേരത്തെ പല ഘട്ടങ്ങളിലും സൂചിപ്പിച്ചതുപോലെ SIT അന്വേഷണത്തിന് മുൻപ് തന്നെ ഹൈക്കോടതിയാണ് പ്രത്യേകമായ ഒരു നിരീക്ഷണത്തിലെത്തിയത്. ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ല പങ്ക്, ദേവസ്വത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട്, ദേവസ്വം ബോർഡിന് പങ്കുണ്ട്.